Today, a whole range of new models has changed with tons of features in making the most out of it. Innovating the basic idea to get faster in a fraction of a second. And you feel the heartbeats like it's you accelerate and it holds you up in providing the comfort that you need. And you are safe inside the super sport luxury cockpit. This is not just a car, it's beyond your dream. And you are riding the all-new BMW Z4. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ആക്കുളം ഭാഗത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ആ ഒരു വലിയ വണ്ടിയെ ഒന്ന് യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞാനും ചേട്ടനും ഒപ്പം ഉണ്ട്. ഇത് ട്രിവാൻഡ്രത്തെ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള C4 ഫുള്ളി ലോഡഡ് M4 കിറ്റ് കയറ്റിയ ഒരു വണ്ടിയാണ്. കേരളത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ വീഡിയോ. ഈ വണ്ടി സിസോ ഗ്രൂപ്പ്സിൻ്റെ ഓണർഷിപ്പിൽ വരുന്നതാണ്. എന്തായാലും അവർക്കൊരു വലിയൊരു താങ്ക്സ് പറയുകയാണ് നമുക്ക് എന്തായാലും ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയതിന്. ഒപ്പം നമ്മുടെ സ്വന്തം റാപ്റ്റർ പൈലറ്റ് ഞാൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടിയുടെ റിവ്യൂ ഒക്കെ പറ്റി ചെയ്യുന്ന ചാനലാണ്. എന്തായാലും കാണുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കിടിലൻ ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നമ്മളൊരു ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ കാണുക. വണ്ടിയുടെ ഡിസൈൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ തന്നെ നമുക്ക് BMW ഒരു വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ BMW ഒരു കിഡ്നി ഷേപ്ഡ് ഗ്രില്ലാണ്. ഹണികോം മെഷാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് ഉണ്ട്. രണ്ട് ഭാഗത്തുണ്ട്, ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് നമുക്കൊരു എയർ ഇൻടേക്ക് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അതേപോലെ എം സ്പോണിൻ്റെ കിറ്റ് ആണ് വണ്ടി ആദ്യം പറഞ്ഞ പോലെ ഫുള്ള് എം സ്പോണിൻ്റെ കിറ്റാണ് കയറ്റിയിട്ടുള്ള സൈഡിൽ. അലോയ്സും എം സ്പോർട്ടിൻ്റെ തന്നെയാണ്. ഇവിടെ എം സ്പോർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് നമുക്ക് വരുന്ന മെഷ്ലിൻ ടയേഴ്സാണ്. 19 ഇഞ്ച് മെഷ്ലിൻ ടയേഴ്സാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ എയറോഡൈനാമിക്കിനായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എയർ കട്ട് ചെയ്ത്, അതായത് വീലിലേക്ക് വരുന്ന എയറിന് പിടിച്ച് ഉള്ളിലേക്ക് വിടാനായിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി കൺവേർട്ടബിൾ റൂഫാണ് വരുന്നത്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ഒരു വൺ സ്പോർട്ടി ലുക്കാണ് വണ്ടി വരുന്നത്. ആ ക്യാരക്ടർ ലൈൻസ് ആയിക്കോട്ടെ, ഫുള്ളൊരു ഫ്ലൂയിഡിക് ഡിസൈന് പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ഒരു എയറോഡൈനാമിക് ഫീൽ കൊണ്ടുവന്നിട്ട് ആ ഒരു സ്പോർട്ടി ഡിസൈനാണ് വരുന്നത്. അതെന്തായാലും നല്ലൊരു ലുക്കാണ്, ഒരു അട്രാക്റ്റീവ് ലുക്കാണ്. പിന്നെ നമുക്ക് C4 വണ്ടി ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫുള്ളായിട്ട് നമുക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ സീറ്റ്സിൻ്റെ കളറൊക്കെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇൻ്റീരിയർ ഭാഗത്തെ പറ്റി നമുക്ക് വരാം. അതിനു മുമ്പേ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടിയുടെ ഈ ഒരു ബാക്ക് ടൈൽ ലാമ്പ് ഒന്ന് നോക്കാം. ടൈൽ ലാമ്പ് ബാക്ക് ഭാഗത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സ്പോയിലേഴ്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ ഒരു BMW ബാഡ്ജ് ഉണ്ട്. ഈ ബമ്പർ വന്നിട്ട് എം സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അഡീഷണലായിട്ട് നമ്മൾ കയറ്റിയതാണ് ഈ ബമ്പർ. അതേപോലെ ഈ ഒരു ടൈൽ ലാമ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഈ സൈഡിലേക്ക് വരുന്ന പോലെയാണ്. എന്തായാലും ഒരു എന്താ പറയുക, ഒരു കിട്ടില്ല ലുക്ക് തന്നെ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ടൈൽ ലാമ്പ് അങ്ങനെ വരുന്നത്. ഇവിടെ ചെറിയൊരു BMW ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. നമുക്കിതൊരു ബക്കറ്റ് സീറ്റാണ് വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഒരു എം സ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് നമുക്കിപ്പോൾ ഹാർമൻ കാർഡൻ്റെ ആണ് വരുന്നത്. BMW നമ്മൾ ആ കാണുന്ന പോലെ തന്നെ ഹാർമൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. അതേപോലെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒരു കുടയൊക്കെ നമുക്ക് ആവശ്യത്തിന് വയ്ക്കാം. അങ്ങനെ ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് നല്ല പ്രീമിയം ലെതർ ഫിനിഷാണ് വരുന്നത്. അത് ക്യാമറയിൽ എത്രമാത്രം ക്ലീൻ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ലൊരു പ്രീമിയം ലെതർ ഫിനിഷാണ് വരുന്നത്. അതേപോലെ മേളിൽ ഒരു ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിം മിറേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ കൺസോൾ വരുമ്പോഴത്തേക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, എന്തായാലും നല്ലൊരു അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു കൺസോളാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് വണ്ടി കിടക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തൊരു LED ഉണ്ട്. അതേപോലെ അതിനോട് ഒരുമിച്ച് തന്നെ അടുത്ത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഒരു LED ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്ത പോലെയാണ് പോകുന്നത്. നല്ലൊരു വൈഡ് ഫിനിഷ് കൊടുക്കുന്നുണ്ട് സംഭവം. ഇവിടെ നമുക്ക് ഹസാർഡ് സ്വിച്ചസ് ഉണ്ട്. AC വെൻ്റ് ഉണ്ട്. AC വെൻ്റ് ചുറ്റും ഒരു നമുക്കൊരു അലുമിനിയം ഫിനിഷ് വരുന്നുണ്ട്.
ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. BMW നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കൺസോളും സ്വിച്ചസും എല്ലാം നമുക്കൊരു ഡ്രൈവറിനൊരു ഹെൽപ്ഫുള്ളായിട്ട് ആ ഒരു സൈഡിലേക്കാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇതിനും ചെറിയൊരു ചരിവുണ്ട്, അതായത് ഡ്രൈവറിന് ഫുൾ വിസിബിലിറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവമാണ്. 3D ക്ലസ്റ്റർ വരും. അതിൽ നമുക്ക് നമ്മുടെ സ്പീഡ് എത്രയാണെന്നുള്ള കറക്റ്റ് km/h എഴുതി കാണിക്കും. അപ്പോൾ അത് ഡ്രൈവറിന് ഒരു ഭയങ്കര ഒരു ഹെൽപ്ഫുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡൊന്ന് നോക്കി നോക്കാം. ബക്കറ്റ് സീറ്റായിട്ട് കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിവിടെ എം സ്പോർട്ടിൻ്റെ സ്റ്റിയറിങ്സാണ് വരുന്നത്. എം സ്പോർട്ടിൻ്റെ ചെറിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി ആസ് യൂഷ്വൽ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സെറ്റ് 1, 2 ഉണ്ട്. മെമ്മറി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് സീറ്റിൻ്റെ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സിനാണ് ഈ സൈഡ് വരുന്നത്. എന്തായാലും ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു ലെതർ ഫിനിഷൊക്കെ നല്ലൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റിച്ചിങ് ഒക്കെ ആയിക്കോട്ടെ എല്ലാം നല്ലൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഇതിവർ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ കളർ നമുക്കിഷ്ടമുള്ള കളർ പറഞ്ഞ് തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ടൈമിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിഷ്ടമുള്ള കളർ കസ്റ്റമൈസ് ചെയ്ത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അതേപോലെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഈ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് USB കണക്റ്റിംഗ് ഓപ്ഷനുണ്ട്. അതേപോലെ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ജസ്റ്റ് 2 കപ്പ് ഹോൾഡേഴ്സ് വയ്ക്കാനായിട്ടും പിന്നെ നമുക്ക് പെൻ ഡ്രൈവും ബാക്കി ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി അറിയാമെന്നുള്ളത് പോലെ തന്നെ ജസ്റ്റ് 2 സീറ്ററാണ്. നമുക്കിവിടെ ചെറിയൊരു സ്പീക്കേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. വേറെ സ്പേസ് ഒന്നും ബാക്കിലില്ല. ചെറിയൊരു നെറ്റും കാര്യങ്ങളും ഉള്ളൂ. ഇത് നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാനായിട്ട് ഇതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 3 ഡ്രൈവിംഗ് മോഡ്സാണുള്ളത്. സ്പോർട്ട്, കംഫർട്ട്, എക്കോ പ്രോ. സ്പോർട്ടാണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള മോഡ്. ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് ഓഫ് ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ വണ്ടിക്ക് നമുക്ക് ടോട്ടൽ 9 സ്പീക്കേഴ്സാണുള്ളത്. ഒരു രക്ഷയില്ല, ഒത്തിരി സ്പീക്കേഴ്സുണ്ട് വണ്ടിയിൽ. പിന്നെ കൺവേർട്ടബിൾ റൂഫ്സാണ് വരുന്നത്. ഞാൻ നേരത്തെ അതിൽ കാണിച്ച പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു വിത്ത് LED ലാംപ്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് AC കൺട്രോൾസാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് ACയുടെ ഇതുണ്ട്, ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് മീഡിയൻ കൺട്രോളാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ബാക്കി കൺട്രോൾസൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ക്രൂസ് കൺട്രോളുണ്ട്. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ കോൾ അറ്റൻഡ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെയാണ്. വണ്ടിയുടെ ഹോൺ സൗണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. C4ൻ്റെ എൻജിൻ ബേ വന്നിട്ട് ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ബേ ആണ്. അതായത് ഹീറ്റും കാര്യങ്ങളും പിന്നെ എൻജിൻ നോയ്സും പുറത്ത് പോകാതിരിക്കേണ്ട ഫുള്ളി ഇൻസുലേറ്റഡ് ഒക്കെ മേളിൽ ഈ ഭാഗത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻജിൻ ബേ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെൽവിന് നമുക്ക് ഇതിൻ്റെ BHPയും ടോർക്കൊക്കെ എത്രയാണ് വരുന്നത്? ഈ വരുന്നത് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. BHP വന്നിട്ട് 197 BHP ആണ് വരുന്നത്. 197 ഉണ്ടല്ലേ? ഓക്കെ. 0 to 100 എത്രയാണ് പറയുന്നത്? 6.6 സെക്കൻഡ്. 6.6 സെക്കൻഡ്. എത്രയായിരുന്നു നീ മാക്സിമം എടുത്തിട്ടുള്ളത്? നമ്മളെ ഒരു 6-7 റേഞ്ച് ഒക്കെയാണ്. ഓക്കെ. നമ്മുടെ പിന്നെ റോഡിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. C4ൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയാണ്? ഇതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് കംഫർട്ട് ആയിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ മെയിൻ റോഡ് ഓടിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് ചെറിയ റോഡ് പോകുമ്പോൾ ഓരോ കുഞ്ഞ് ഹമ്പ് വരെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റുന്നുണ്ട്. കാരണം വരുന്നത് ബക്കറ്റ് സീറ്റാണ്, റേസിംഗ് സീറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ഓരോ കുഞ്ഞ് ഹമ്പ് ഇടുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഏത് കാറൊന്നുമില്ല, പക്ഷെ നമ്മുടെ മലയാളീസിന് ഏറ്റവും അധികം അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് വണ്ടിയുടെ മൈലേജ്. എത്രയാണ് വണ്ടിയുടെ മൈലേജ്? വണ്ടിയുടെ മൈലേജ് കമ്പനി പറയുന്നത് 14 ഒക്കെയാണ്. പക്ഷെ നമുക്കൊരു 6-7 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മുടെ റോഡ് അനുസരിച്ച്. ഓക്കെ, സിറ്റിയിൽ ആ ഒരു പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നമ്മൾ കൂടുതൽ ഓടിക്കുന്നത് സ്പോർട്സ് മോഡാണ്. 3 മോഡുണ്ട്. 3 മോഡും 3 ടൈപ്പ് ഓഫ് മൈലേജ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഈ ഒരു 6-7 ആ ഒരു റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ വണ്ടിയുടെ ഓൺ റോഡ് എത്രയാണ് പ്രൈസ് വരുന്നത്? ഓൺ റോഡ് എന്ന് വെച്ചാൽ ഇതിന് 80 ആണ് വണ്ടീൻ്റെ മാത്രം വില വരുന്നത്. ഇതിന് 21 ലാക്സിൻ്റെ 25 ലാക്സിൻ്റെ എക്സ്ട്രാ ആക്സസറീസ് ഉണ്ട്. എം സ്പോർട്ട് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ഫുള്ളി ലോഡ് C4 ഫുള്ളി ലോഡ് ഫസ്റ്റ് ആണല്ലേ? കേരളത്തിലെ സെക്കൻഡ് ആണ്. ഓക്കെ. നമ്മുടെ എം സ്പോർട്ട് കിറ്റിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ആക്സസറീസ് വരുന്നത്? നമുക്ക് വരുന്നത് ഈ ബമ്പർ വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്, സൈഡ് സ്കേർട്സ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എം സ്പോർട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട്.
എം സ്പോർട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ചേഞ്ച് ആവുമല്ലേ? പിന്നെ എം സ്പോർട്ടിന്റെ ആണ് ബക്കറ്റ് സീറ്റ് വരുന്നത്. ഈ കളർ ഓൾറെഡി വരുന്നതാണോ അതോ കസ്റ്റമൈസ്ഡ് വണ്ടി? നമുക്ക് ഈ വണ്ടി എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, ഏത് രീതിയിലും വേണം, ഏത് കളർ വേണമെങ്കിൽ ഏത് കളർ അങ്ങനെ. പിന്നെ വരുന്നത് നമ്മുടെ ബമ്പറുമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എം സ്പോർട്ട് കിറ്റിൽ വരുന്നത് ബമ്പർ കൂടെ ഉണ്ട്. Z4 ബൂട്ട് സ്പേസ് എങ്ങനെയാണ്? ആവശ്യത്തിനുണ്ടല്ലേ? ആവശ്യത്തിനുണ്ട്. നമുക്കൊരു സ്പെയർ ടയർ വന്നത് അത് ചെറിയ സൈസാണ് സ്പെയർ ടയർ വരുന്നത്. ഓക്കെ. പിന്നെ അത് വെക്കുമ്പോൾ തന്നെ ഒരു 3/4 ഭാഗം സ്പേസ് കഴിയും. ശരി, ഒരു എമർജൻസി ടയറിന്റെ സ്പേസ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. നമുക്കിതിന്റെ റൂഫ് വരുന്ന കൺവേർട്ടബിൾ ആണല്ലേ? കൺവേർട്ടബിൾ റൂഫാണ്. നമുക്ക് 50 കിലോമീറ്റേഴ്സിന്റെ താഴെ പോകുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സ്പീഡിൽ മാത്രമേ നമുക്ക് കൺവേർട്ടബിൾ ആക്കാം. അതിന്റെ താഴത്തോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ മെറ്റീരിയൽ എന്തായിരുന്നു വരുന്നത്? ഇത് ഫൈബറാണ് വരുന്നത്. ഫൈബർ മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ മെറ്റീരിയൽ ഒന്ന് ക്ലോസ് കാണിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഞങ്ങൾ ചെറിയൊരു യൂസർ റിവ്യൂ ആണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു, വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മെൽവിൻ ബ്രോ ഉണ്ട്, ഒപ്പം ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ദി ഗ്രേറ്റ് റാപ്റ്റർ പൈലറ്റും ഉണ്ട്. പുള്ളിക്കാരുടെ നമ്മുടെ യൂട്യൂബ് നെയിമും ഇൻസ്റ്റ എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. മാസ്ക് മാറ്റുമോ റാപ്റ്റർ പൈലറ്റ്? ഇല്ല മാറ്റില്ല. മാസ്ക് മാറ്റാത്ത ആളെ കുഴപ്പമില്ല, കയറി നോക്കിയാൽ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.